ഹായ് ഫ്രണ്ട്സ്, സാഹിത്യ അക്കാദമി PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യപരമായൊരു ശരീരം വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് അത് ഏത് തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്, ഫുഡിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മളോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ആരോഗ്യപരമായ ഒരു ശരീരം വേണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? അതെ, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശരീരം വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരമാണ്, അഥവാ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. എല്ലാവർക്കും അപ്പോൾ ഒരു ഡൗട്ട് വരും, എന്താണ് ന്യൂട്രിയൻസ്, എന്താണ് പോഷകങ്ങൾ? പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്, നമ്മൾ കഴിക്കുന്നതുമാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ചില പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളുമുണ്ട്, ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളുമുണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ട് വേണ്ടത്? നമുക്ക് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക്, നമ്മളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ എനർജി തരാനൊക്കെ തന്നെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് തുടങ്ങിയ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയപരിധി മൂലം നമുക്ക് രണ്ട് ന്യൂട്രിയൻസിനെ പറ്റി കൂടുതലായിട്ട് അറിയാം: വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം ഇത് പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ആ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി നമുക്ക് വൈറ്റമിൻസിനെ പറ്റി ഒന്ന് പറയാം. ഏതൊക്കെ തരത്തിലുള്ള വൈറ്റമിൻസ് ആണുള്ളത്? നമ്മൾ കൊച്ചിലെ മുതലേ കേട്ടിട്ടുള്ള കുറേ വൈറ്റമിൻസുകളാണ്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ തുടങ്ങിയ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ഈ ഒരു വൈറ്റമിൻസ് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയേറെ അത്യാവശ്യമായ ഒരു ന്യൂട്രിയൻസ് ആണ്. അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സുകളിൽ, നമ്മുടെ വെജിറ്റബിൾസിൽ ഒക്കെ നമുക്ക് വൈറ്റമിൻസ് ഒക്കെ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ്. വൈറ്റമിൻസും മിനറൽസും നമ്മളെ പ്രധാനമായിട്ടും സഹായിക്കുന്നത് രോഗങ്ങളിൽ നിന്നുമാണ്. രോഗങ്ങൾ നമ്മളെ പെട്ടെന്ന് ബാധിക്കാത്ത രീതിയിൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവറൊക്കെ തരുന്നത് ഈ വൈറ്റമിൻസും മിനറൽസുമാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞാലോ? വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ് പപ്പായ, അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ പറയാം, ആപ്പിൾ പറയാം, ഗൂവ പറയാം. അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് വാട്ടർമെലൺ, ഓറഞ്ച് തുടങ്ങിയ എല്ലാ ഫ്രൂട്ട്സുകളിലും പലതരത്തിലുള്ള വൈറ്റമിൻസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് മിനറൽസിൽ തന്നെ നമുക്ക് അയൺ, കാൽസ്യം, സോഡിയം, അയഡിൻ തുടങ്ങിയ എല്ലാം തന്നെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതടങ്ങിയിരിക്കുന്നത് നമ്മുടെ ലീവ്സിലും മറ്റുമൊക്കെ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കും നമ്മുടെ എല്ലുകൾക്കും എല്ലാം അത്യാവശ്യമായ കാൽസ്യം തുടങ്ങിയതെല്ലാം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അത്യാവശ്യമാണ്. ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം. മിനറൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നും, വൈറ്റമിൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് നമ്മൾ ഫ്രൂട്ട്സിൽ നിന്നുമാണ് കഴിക്കേണ്ടത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് കുറച്ച് PSCയിൽ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതലായിട്ടും വൈറ്റമിൻസ് എന്നുള്ളൊരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വൈറ്റമിൻ എന്നൊരു വേർഡ് അത് ഏത് ടേമിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ടേം ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന്, ആരാണ് കൊടുത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാസിമിർ ഫങ്ക് എന്ന് പറയുന്ന ആളാണ് വൈറ്റമിൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഫാറ്റ് സോല്യൂബിൾ ആക്കുന്ന വൈറ്റമിൻ ഏതാണ്? നമ്മുടെ ശരീരത്തിൽ ഫാറ്റൊക്കെ അടങ്ങിയാൽ ആ ഫാറ്റിനെ അലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അലിയിച്ച് കളയുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ എ, ഡി, ഇ, കെ 4 വൈറ്റമിൻസ് ആണ് നമ്മുടെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂട്ടുകാർക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റി പറയാൻ എന്തെങ്കിലും ഒരു, നമ്മൾ MD എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതേപോലെ നമുക്ക് പെട്ടെന്ന് പറയാം AD എന്നുള്ളത്. ADEK. ഓക്കെ,
കൂട്ടുകാരത് ഓർത്തിരിക്കുക. 2 ADEK എന്ന് പറഞ്ഞു തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ടെസ്റ്റുകളിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ സോല്യുബിൾ വൈറ്റമിൻ. വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തടുത്ത് കിടക്കുന്ന 2 വൈറ്റമിൻസ് ആണ് ബിയും സിയും എന്ന് പറയുന്നത്. അത് നമ്മൾ ഇച്ചിരി ഫണ്ണായിട്ട് പറഞ്ഞാൽ അത് വെള്ളം കൊണ്ടുപോയി കിടക്കുന്ന 2 ഉറ്റ സുഹൃത്തുക്കളെ വെള്ളം വന്ന് കൊണ്ടുപോയി. അതാണ് നമ്മുടെ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വാട്ടർ സോലബിൾ വൈറ്റമിൻസ് ആണ്. അതുപോലെ തന്നെ സയന്റിഫിക് നെയിം വൈറ്റമിൻ എക്ക് നമ്മളൊരു സയന്റിഫിക് നെയിം ഉണ്ട്. അതിന്റെ പേരാണ് റെറ്റിനോൾ. ആ പേരിൽ തന്നെ വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു നെയിമാണ്. നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു പേരാണ് റെറ്റിനോൾ. ഓക്കെ, അത് ഓർത്തിരിക്കുക കൂട്ടുകാരെ. വൈറ്റമിൻ എക്ക് ഒരു സയന്റിഫിക് നെയിം. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻസ് കൊണ്ട് ഡെഫിഷ്യൻസികൾ ഉണ്ടാവാം. വൈറ്റമിൻ എ കൊണ്ട് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഒരു ഡിസീസസ് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതേപോലെ തന്നെ സീറോഫ്താൽമിയ എന്ന് പറയുന്ന 2 രോഗങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ കാഴ്ചക്കുറവ് വരുന്ന കാഴ്ചയ്ക്ക് ഒരു മങ്ങലൊക്കെ വരുന്ന ഒരു തരത്തിലുള്ള രോഗമാണ്. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനും നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് മൊബൈലുകളും മറ്റും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി വരാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ ആഹാരങ്ങളിലൊക്കെ ഇത് ഉൾപ്പെടുത്താം. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ആരോഗ്യപരമായ ഒരു ബോഡി നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വൈറ്റമിൻ എ നമ്മൾ വൈറ്റമിൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ, അതേപോലെ തന്നെ എന്താ പറയുക, ക്യാരറ്റ്, സ്പിനാച്ച്, ആപ്പിൾ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ധാരാളമായിട്ട് കിട്ടും. ഇനിയും നമുക്ക് മറ്റൊരു കാര്യമാണ്, കുട്ടികൾക്ക് പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒരു പോഷക ആഹാരമാണ് പാല് അല്ലേ? പാല് എപ്പോഴും നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണല്ലേ? അപ്പോൾ പാലിൽ ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ സി ആണോ? അല്ല, വൈറ്റമിൻ എ ആണ് പാലിലുമുള്ളത്. ഓക്കെ. അപ്പം വൈറ്റമിൻ എ കൊണ്ട് വളരെ പ്രയോജനകരമായ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലിൽ സുലഭമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. അതുകൊണ്ടാണ് നമ്മുടെ പേരൻസ് എപ്പോഴും പാല് കൂടി എന്ന് പറയുന്നത്. കൂടുതൽ കാഴ്ച കിട്ടാനും വളരാനും വേണ്ടിയിട്ടാണല്ലേ? ആയിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി അടുത്ത് നമുക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ സി കൂടുതലായിട്ടും നമുക്കറിയാം പെപ്പർ, അതേപോലെ തന്നെ എന്താ പറയുക, ഓറഞ്ച്, വാട്ടർമെലൺ, പപ്പായ, എല്ലാത്തിലും തന്നെ വൈറ്റമിൻ സി കാണപ്പെടാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, മൂത്രത്തിൽ നിന്നും പുറത്തു പോകുന്ന ഏത് വൈറ്റമിൻ ആണ് അല്ലേ? നമ്മുടെ യൂറിനിലൂടെ നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B12 ആണ് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വൈറ്റമിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ന്യൂട്രിയൻസിനെ പറ്റി പഠിക്കാനുണ്ട്. മറന്നു പോകരുത്, വൈറ്റമിൻസും മിനറൽസും മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ ന്യൂട്രിയൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.